രണ്ടും ഏകദേശം കൃത്യമായി. മനസ്സിലായോ? ചില കുട്ടികൾക്ക് ഇത് അറിയാതെ വർത്താനം പറയാൻ. SKSFിലെ ചില കുട്ടികൾക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല. ഓരോ എന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കും, മുജാഹിദികളെ ചീത്ത വിളിക്കാൻ. എന്ത് ആധാറുകൾക്ക് ബറക്കത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നൽകുന്നു? അല്ല, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ബറക്കത്തില്ല എന്നല്ല, അതിന് സനദ് വേണം. സനദ് ബോധ്യപ്പെടുത്തിയാൽ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ബറക്കത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ മഹദി അവர்கள் റസൂലുള്ളാഹിന്റെ വിയർപ്പ് തുടച്ചെടുത്തിട്ടുണ്ട്, വിയർപ്പ് വടിച്ചു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഉമ്മു സുലൈം എന്ന് ചോദിക്കുമ്പോൾ, നബിയേ ഞങ്ങളുടെ തീവ് പുരട്ടാനുള്ളതാണ്, ഞങ്ങളുടെ അത്തറീത് കൂട്ടാനാണ് നബിയേ, മാത്രമല്ല ഞങ്ങളുടെ കുട്ടികൾക്ക് ബറക്കത്തെടുക്കാനുമാണ്. നിങ്ങൾ അറിയണം, സ്വഹാബത്ത് അത് കാണുക പ്രവർത്തിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുടിയതാ ബറക്കത്തിന് സൂക്ഷിക്കുകയാണ്. പക്ഷേ ഇത് രണ്ടും വേർതിരിച്ച് പഠിച്ചോ. റസൂലുള്ളാഹിന്റെ മുടി ബറക്കത്തിന് എടുത്തു വെച്ച സ്വഹാബത്ത്, ആ സ്വഹാബികൾക്ക് ശേഷം വന്ന താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുടി ബറക്കത്തിന് ശേഷിപ്പിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുടി ബറക്കത്തിന് എടുത്തു വെച്ചില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുടി ബറക്കത്തിന് വേണ്ടി എടുത്തു വെച്ചില്ല. കാരണം അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണെന്ന് സ്വഹാബത്ത് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മരിക്കാൻ പോകുമ്പോൾ ചില സ്വഹാബികൾ പറഞ്ഞു, തങ്ങളുടെ കഫൻ പുടവയിൽ ഈ മുടി കൂടി ഒന്ന് വെക്കണേ എന്ന് പറഞ്ഞു. മുൻഗാമികളായ സ്വഹാബികൾ മരണപ്പെടുമ്പോൾ കഫൻ പുടവയുടെ ഉള്ളിൽ ആ മുടി കൂടി വെച്ച് റസൂലുള്ളാഹിയുടെ മുടിയുടെ ബറക്കത്തെടുത്തു അവർ. അത് വസിയത്ത് ചെയ്തവരാണവർ. ഇതൊന്നും തർക്കമില്ലാത്ത വിഷയങ്ങളാണ്. ഇത് വെച്ചിട്ട് പിൽക്കാലത്ത് വന്ന ആളുകളുടെ മുടിയും തടിയുമൊക്കെ എടുക്കാനാണ് ശ്രമമെന്ന് അതിനെ നഖശിഖാന്തം എതിർക്കാൻ മുജാഹിദുകളുടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. എന്താ ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തില്ലേ, എങ്കിൽ മഹാന്മാരുടെ ബർക്കത്തില്ലേ, ആ എങ്കിൽ അവിടെ നിർത്തിയാൽ മതി. റസൂലുള്ളാഹിന്റെ നോക്കെ അതിന് ബർക്കത്തുണ്ട്, സംശയമില്ല. സ്വഹാബികൾ ബർക്കത്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ കൊണ്ടുവന്ന സാധനം റസൂലുള്ളാഹിന്റെതാണോ ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. ഇത് ഞങ്ങളെ വെല്ലുവിളിയാണ്. സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്ക് സ്വീകരിച്ചോളാം. നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ കൊണ്ടുവന്നത് എനിക്ക് പറയാണ്ട്, മുടിയുണ്ട്, പൊടിയുണ്ട്, കിസ്വുണ്ട്, ഒക്കെ ഉണ്ട്, ഒക്കെ വരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം അത് റസൂലുള്ളാഹിന്റെതല്ലാതെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഞങ്ങൾ. കാരണം ഒരു നൂറ്റാണ്ട് കാലത്തിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റേതാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് ഖണ്ഡിതമായി പറയാൻ പറ്റുന്ന ഒന്നും ഇന്ന് ഭൂമിയുടെ പുറത്ത് ഇല്ല. ഇത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാര് മാത്രമല്ല, ഇക്കാലത്തെ പണ്ഡിതന്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അത് ഞാൻ പറയിപ്പിക്കാൻ പോകുന്നത് ഓരോന്നോരോന്നും ഇൻഷാ അല്ലാഹ് കേൾക്കും. ഇത് നമുക്കൊന്ന് മടങ്ങി വരാം. സമസ്തക്കാര് കൊണ്ടുവന്ന മുടിയുണ്ട്, രണ്ടു കൂട്ടരും മുടിയിൽ പ്രതികൾ തന്നെയാണ്, രണ്ടു കൂട്ടരും പ്രതികൾ തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരെയായി നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലതാ മർക്കസ് സഖാഫത്തി സുന്നിയുടെ മുടി കൊണ്ടുവന്നു. രണ്ട് മുടി ഇട്ടിരുന്നു. ആദ്യം ഒരു മുടി ഇട്ടി, പിന്നെ ഇപ്പൊ ഒരു മുടി ഇട്ടിട്ടുണ്ട്. എന്തായാലും ആദ്യം കൊണ്ടുവന്ന മുടിയെക്കുറിച്ച് വമ്പിച്ച ചർച്ചയാണ്. ഇപ്പോഴത്തെ മുടിയെക്കുറിച്ചും ചർച്ചയുണ്ട്. രണ്ട് മുടിയുടെയും സോഴ്സ് ഒന്നാണെന്ന് ഞാൻ പറയും. രണ്ട് മുടിയുടെയും സോഴ്സ് ഒന്നാണ്. ഒന്ന് രോമവ്യാപാരിയായ ജാലിയവാല എന്നറിയപ്പെടുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയാൻ പോലും അറിയാത്ത ഒരു മനുഷ്യൻ, അയാളാണ് വലിയ. നമ്മളെ നൗഷാദ് ഇപ്പൊ കാണാനില്ല. എങ്ങനെ ഞാൻ വരുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ്. മൂപ്പർ കാണാനില്ല. ഭയങ്കര വലിയ എന്ന് പറഞ്ഞില്ലേ, ആര് ജാലിയവാലയൊക്കെ വലിയ വലിയാണെന്ന് പറഞ്ഞു. മഹാന്മാരായ ജാലിയവാലയെ കുറിച്ച് ഇപ്പതാ അന്വേഷിക്കുന്ന സമയത്ത് പരിശോധിക്കുമ്പോൾ അറിയണേ അച്ചങ്ങായി ഖുൽ ഹുവല്ലാഹു എന്ന് പറയാൻ പോലും അറിയില്ല. ഖുൽ ഹുവല്ലാഹു
അഹദ് എന്ന് ചെറിയ കുട്ടികൾ പാരായണം ചെയ്യുന്നു. അതുപോലും കൃത്യമായി പറയാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിലും കാന്തപുരം വിഭാഗത്തിന്റെ ഔലിയാക്കന്മാർക്കൊക്കെ ആ ക്വാളിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. ഓം എന്നിങ്ങനെ ഓംകാരം നീട്ടിപ്പറഞ്ഞിരുന്ന ദാമോദരൻ കുപ്പ, കഞ്ചാവ് അടിക്കുന്ന ദാമോദരൻ, അതുപോലെ തന്നെ ചാരായം കുടിക്കുന്ന ദാമോദരൻ എന്ന കുപ്പസ്വാമി എന്ന കോച്ചറ ഉപ്പാപ്പ എന്ന വലിയാക്കി ചിത്രീകരിച്ച ആളുകളല്ലേ പറഞ്ഞു. അവർക്ക് പോലെ എല്ലാം പത്യല്ലേ, ആരെ കിട്ടിയാലും വലിയാണ്. അങ്ങനെ ജാലിയാവാലയാണ് എല്ലാത്തിന്റെയും സോഴ്സ്. അയാൾ നിന്നാണ് കാന്തപുരം ആദ്യം കൊണ്ട്. അതിനുശേഷം അത് അത്ര അങ്ങോട്ട് ഗുണം പോരാന്ന് മനസ്സിലാക്കിയിട്ട് പിന്നൊരു അന്തർനാടകം. ആ അന്തർനാടകം ശരിക്കും നിങ്ങളത് കാണിക്കാൻ പറ്റാത്ത ചില സംഗതികളൊക്കെ ഉണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം എന്റെ ഒരു ഇതുപോലൊരു പരിപാടി അടുത്ത ദിവസമുണ്ട്. അന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കൊണ്ടുവരും. ഇവിടെ അല്ല, വേറെ സ്ഥലത്ത്. അതായത് കാന്തപുരം ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരിക്കുന്നു. ചെച്ചിനിയയിലെ പ്രസിഡന്റിന്റെ പ്രത്യേകതയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉപരി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടി ഞാൻ പുറത്തു കൊണ്ടുവരും. ആരാ ചെച്ചിനിയുടെ പ്രസിഡന്റ്, കാന്തപുരം അയാളും തമ്മിൽ എന്താണ് ബന്ധം, അതൊക്കെ കാണുമ്പോ എല്ലാവർക്കും കുറെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കുകയും ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടിന്റെയും സോഴ്സ് എന്ന് തന്നെ ഇവിടുന്ന് ബോംബെ എന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമല്ലേ. അതുകൊണ്ട് ബോംബെയിലെ ജാലിയാവാലയെ ബന്ധപ്പെടുത്താൻ അഹ്മദ് ഖസറജി എന്ന അല്പം ത്രെഡറിഞ്ഞൊരുപാട് മനുഷ്യരുണ്ട്. അയാളെ കൂട്ടുപിടിച്ചു. അയാൾ ഇവിടുന്ന് മുടി അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവന്നു. എന്തൊക്കെ നാടകങ്ങളാണ് സുബ്ഹാനല്ലാഹ്. കേരളക്കരയിൽ നടക്കുന്ന നാടകം എന്തൊക്കെ നാടകങ്ങളാണ് മതസമൂഹങ്ങളിൽ നടക്കുന്ന നാടകങ്ങളായി പറയുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളം തട്ടിപ്പുകാർ നമ്മൾ കാണുന്നുണ്ട്, ധാരാളം തട്ടിപ്പുകാർ. പക്ഷെ ഇതുപോലൊരു മനുഷ്യൻ, ഇങ്ങനെയുള്ള ആളുകൾ എന്തൊരു തട്ടിപ്പുകളാണ് നടത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഒന്നാമത്തെ മുടിയുമായി ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പോ കാന്തപുരത്തോട് റിപ്പോർട്ട് ചാനലിൽ വേണു ചോദിക്കുകയാണ്. ചാനലിലുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ സ്ഥലത്തൊക്കെ പഠിച്ചിരിക്കണേ. ഓലിങ്ങനെ ചോദിക്കാൻ അതിന് സ്ഥലത്ത് ഇവിടെ നമ്മൾ വിചാരിക്കും പഠിച്ചോ ചാനലൊക്കെ അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നേ സ്ഥലത്തെവിടെ സ്ഥലത്തുണ്ടോ മനസ്സിലായോ? അവരൊക്കെ പഠിച്ച സംഗതി എന്താണെന്ന്. കാരണം ആജാതി ചർച്ചകൾ നടക്കുന്നത്. നമ്മൾ അച്യുതാനന്ദപുരം പറഞ്ഞില്ലേ സംഗതി, പിണറായിയും പറഞ്ഞു, പറയാത്ത ആരപ്പുള്ളത് എല്ലാരും പറഞ്ഞു, എല്ലാരും ചോദിക്കണത്. കാണുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഇപ്പൊ സാധാരണ ഞാൻ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തേക്ക് പോകുന്ന സമയത്ത് ഇന്നെ കണ്ടിട്ട് ട്രെയിനിൽ ഞാൻ കയറിയിരിക്കുമ്പോ അങ്ങനെ ഓരോരുത്തർ എന്നെ ഇങ്ങനെ നോക്കാൻ. കാരണം കണ്ട മറ്റേ സീസൺ സാധനമല്ല ഞാൻ ഈ കെട്ടും ഇതൊക്കെ കാണുമ്പോ വിചാരിക്കും പഠിച്ചെടുത്ത് മറ്റു. അപ്പൊ ആരിങ്ങനെ സംശയത്തോടെ നോക്കണ്ടേ. എന്റെ അടുത്ത് എന്താ അറിയാം, അടിച്ചടക്കന്നെയല്ലേ, മുടിയിട്ടിങ്ങനെ നടക്കന്നെയാണ് ഓല് വിചാരം. കാണുന്ന ഹിന്ദുക്കൾ അടക്കം നോക്കാണ് എന്നെ. എന്താ കാര്യം? ഓൽക്കൊക്കെ സംശയത്തോടെ നോക്കാണ്. എത്ര കോടിയാ അടിച്ചു മാറ്റുന്നത് എന്നാൽ. അങ്ങനെ നമ്മളെ വേറെ ചോദിച്ചു, എന്തോ ആദ്യത്തെ മുടി എവിടുന്നാ കിട്ടിയത്? സുബ്ഹാനല്ലാഹ്. കാന്തപുരത്തിന്റെ മറുപടി, അത് മദീനയിൽ നിന്നാണ്. കാരണം എല്ലാത്തിന്റെയും പ്രഭവ കേന്ദ്രം മദീനയാണല്ലോ. അതുകൊണ്ട് മുടി കിട്ടിയതും മദീനയിൽ നിന്നാകട്ടെ. കേട്ടോളൂ വേണുവിന്റെ ചോദ്യവും മറുപടിയും. 2005 മർക്കസിൽ തിരികേശം ഉണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായിരുന്നു. അതെവിടെ നിന്നാണ്? അത് വേറെ രണ്ട് വഴിക്ക് ലഭിച്ചത്. അതൊന്നും ഉണ്ടാകാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിന്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ ആശയം വരാതിരുന്നത്? അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. മുമ്പും ഞങ്ങൾ അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ കാണിച്ചിട്ടുണ്ട്, ആളുകൾ വെള്ളം കുടിച്ചിട്ടും ഉണ്ട്. അത് എവിടെ വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. അത് എവിടെ വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. അതെ, മദീനയിൽ നിന്ന് തന്നെ വന്നത്. മനസ്സിലായോ? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. കണ്ടങ്ങള് ആ ഒരു ഗ്യാപ്പ് പരിശോധിച്ചെങ്കിൽ അത് വന്നത് മദീനയിൽ നിന്ന്. കണ്ടോ കുറുക്കന്റെ കൗശല്യം വളരെ കൃത്യമായുള്ള.
ഒന്നെങ്കിൽ അബു അല്ലെങ്കിൽ അബൂജാഹിൽ, രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഇത് ഇടാൻ പറയാ, പിന്നെ പറയട്ടെ എന്താന്ന്, ഇപ്പൊ പറഞ്ഞിട്ട് എന്താന്ന് പറയുന്നത്. ഇപ്പൊ തീരുമാനം അതാ, ഇനി മാറൂലല്ലോ. ഇല്ല, അപ്പൊ നമ്മള് ഒഴിവാക്കി. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്താ പറഞ്ഞേ? മദീനയിൽ നിന്ന് വന്നതാണത്രേ മുടി. സുബ്ഹാനല്ലാഹ്, മദീനയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമല്ലോ. യഥാർത്ഥത്തിൽ ആ മുടി വന്നത് മദീനയിൽ നിന്നാണ്. മദീനയിൽ നിന്നാണ്. എന്താ മദീനയുടെ അർത്ഥം എന്ന് പറഞ്ഞ? പട്ടണം. ശരിയാണ്. അതിന്റെ ഇപ്പുറത്തൊരു മുംബൈ വിട്ടുപോയതാണ്. മദീനത്ത് മുംബൈ, മുംബൈ കത്തിയതാണ്. അത് മദീനത്തുനിന്നാണ്, പട്ടണത്തുനിന്നാണ് വന്നത്. അത് മുംബൈ പട്ടണത്തിനാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ആളുകളൊക്കെ മനസ്സിലാക്കും അത് റസൂലുള്ളാഹിന്റെ നാടായ മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടണമെന്നാണ് വിശ്വസിച്ചതെങ്കിൽ തെറ്റ്. അങ്ങനെ മദീനത്തിൽ നിന്നൊരു മുടി വന്നിട്ടില്ല. മദീനയിലെ മ്യൂസിയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി സൂക്ഷിച്ചിട്ടുമില്ല. മദീനയിലെ മ്യൂസിയം പോയി നോക്ക് നിങ്ങള്. അവിടെ റസൂലുള്ളാഹിന്റെ മുടിയൊന്ന് കാണില്ല, അവിടെ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് കാണില്ല, അവിടെ റസൂലുള്ളാഹിന്റെ വടി കാണില്ല, അവിടെ റസൂലുള്ളാഹിന്റെ പുതപ്പ് കാണില്ല. കാരണം ഇതെല്ലാം ഈ കാലത്ത് കടത്തിക്കൂട്ടി കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. അതൊന്നും ഒറിജിനൽ അല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദര, അതേ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന മുടിയെ കുറിച്ചാണ് കാന്തപുരം പറഞ്ഞത്. മദീനയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അങ്ങനെ എന്തായാലും ആ മുടിയുടെ സോഴ്സ് ഒന്ന് പിടിക്കണമല്ലോ. നമ്മുടെ നാട്ടിലെ ഔദ്യോഗിക സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF അതിന്റെ നേതാക്കന്മാര് അവര് തപ്പിപ്പിടിച്ച് ജാലിയാവാലയുടെ വീട്ടിലെത്തി. അവരവിടെ എത്തി. മുടി അവർ കണ്ടു. അങ്ങനെ അവിടുന്ന് മുടി ചോദിച്ചു. ആ രോമ വ്യാപാരി ഉദാരനാണ്. അയാളതാ അവർക്ക് 7 മുടിയങ്ങ് കൊടുത്തു. എന്താ മുപ്പറ ഔദാര്യം? റസൂലുള്ളാഹിന്റെ ആധാരങ്ങളോടുള്ള ബഹുമാനം, റസൂലുള്ളാഹിന്റെ ആധാരങ്ങളോടുള്ള ബഹുമാനം. 7 മുടിയാണ് മുറിച്ചങ്ങോട്ട് കൊടുത്തു. ആർക്ക്? ഔദ്യോഗിക സമത്വത്ത് കൊടുത്തു. അവര് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് റസൂലുള്ളാഹിന്റെതല്ല, ഇത് റസൂലുള്ളാഹിന്റെ മുടിയല്ല, ഇത് വേറെ ആരുടെയോ മുടി മുറിച്ചു വെച്ച് അത് റസൂലുള്ളാഹിന്റെ പേരിലേക്ക് ചേർക്കുന്ന വ്യാപാര സമുച്ചയമാണ് അതെന്ന് മനസ്സിലാക്കി. അവിടെ മുടി മാത്രമല്ല, അവിടെ വടിയുണ്ട്, പുതപ്പുണ്ട്. റസൂലുള്ളാഹിന്റെ മുടി മാത്രമല്ല, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുടിയുമുണ്ട്. ഇപ്പല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോഴാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഇവരെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ പുറത്തുനിന്നിട്ടപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ജാലിയാവാല എന്ന് പറഞ്ഞ മനുഷ്യന്റെ വീട്ടിൽ എല്ലാവരുടെയും പല ആളുകളുടെയും മുടിയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. എന്തായാലും ജാലിയാവാലയിലെന്ന മുടി കൊണ്ടുവന്നു കേരളത്തിലുള്ളത് പ്രദർശിപ്പിച്ചു. ഇവർക്കൊരു വിശ്വാസമുണ്ട്, മുടിക്ക് റസൂലുള്ളാഹിന്റെ മുടിക്ക് നിഴലില്ല. അതും ഒരു അബദ്ധവിശ്വാസം. അത് അബദ്ധവിശ്വാസം അല്ലെന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? അതും അബദ്ധവിശ്വാസമാണ്. കാരണം ഇതാ ഈ കഴിഞ്ഞ ദിവസം ജിസാൻ മാഹിയുമായുള്ള സംസാരത്തിൽ കാന്തപുരം വിഭാഗത്തിന്റെ ഏറ്റവും വലിയ മുഫ്തിയായ പൊന്മന അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മുടിക്ക് നിഴലില്ല എന്ന വാദത്തെ ഞാൻ ഖണ്ഡിക്കുകയാണ്. അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ചിലപ്പോഴുള്ള മുഅ്ജിസത്താവാം. മരണപ്പെട്ടതോടുകൂടി ആ മുഅ്ജിസത്തില്ല. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ എന്നും ശേഷിക്കുന്നത് ഖുർആൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു മുഅ്ജിസത്തും നിലനിൽക്കില്ല. അങ്ങനെ വാടോ ഞങ്ങളെടുത്തേക്ക്, ഞങ്ങൾ പറഞ്ഞെടുത്തൊക്കെ ഇങ്ങനെ വാ. മനസ്സിലായോ? ഞങ്ങൾ പറഞ്ഞു മക്കളെ മുഅ്ജിസത്ത് കറാമത്തോട് തേടിയിട്ട് കാര്യമില്ല. നൗഷാദിനെ കൊണ്ട് പറയിപ്പിച്ചു നമ്മൾ. നൗഷാദ് ശരി പറഞ്ഞു.
മുടി എവിടെ വളരണം, എവിടെ വളരണ്ട, എവിടെ നിൽക്കണം, എവിടെ നിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. മുഅ്ജിസത്ത് എവിടെ വരണം, എവിടെ വരണ്ടെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. ഞങ്ങൾ പറഞ്ഞ വാദത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചോ? ഞങ്ങൾ പറഞ്ഞു മക്കളെ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ തോടണ്ട. കാരണം മുഅ്ജിസത്തിൽ വരുന്ന ആളുകൾക്ക് യാതൊരു പങ്കുമില്ല. അതെപ്പോൾ വരണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ചേതുണ്ടാവുകയുള്ളൂ. നിങ്ങൾ വിളിച്ചു നേടുന്ന സമയത്ത് അതുണ്ടാകണമെന്നില്ല. ഇനി കഴിഞ്ഞൊരു മുഅ്ജിസത്തുണ്ടെങ്കിൽ തന്നെ അത് നിലനിൽക്കുകയുമില്ല. ആ വാദത്തിലേക്ക് സമസ്തയിലെ പണ്ഡിതന്മാരെ കൊണ്ടുവരാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത് കൊണ്ട് സാധിച്ചു എന്ന് വളരെ ചാരിതാർത്ഥത്തോടുകൂടി നമ്മൾ അറിയുകയാണ്. എന്തായാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ആ മുടിയുമായി കടന്നു വന്നു. ആ മുടി കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിച്ചു. അതിന് ടോർച്ചടിച്ച് കാണിച്ചു കൊടുത്ത്, മൊബൈലിലെ ടോർച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, മേലുണ്ടോ നോക്ക്, മേലുണ്ടോ നോക്ക്. ഓരോരുത്തരും വന്ന് നോക്ക്, നേലുണ്ട്, നേലുണ്ട്, നേലുണ്ട്. ആ ഓക്കെ, നേലുണ്ട്, ഉറപ്പായി. അപ്പുറം സിഗോണ്ടല്ലോ അല്ല, എല്ലാരും നമ്മളെ AP-ക്കാർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. അപ്പൊ ഒരു നേരെ ബോംബെക്ക് വിളിച്ചു. ബോംബെയിൽ നിന്ന് ജാലിയൻവാലാന്റെ ഗുണ്ടകൾ വിളിച്ചു. ഇവിടെ എത്തി പോലീസ് പരാതി കൊടുത്തു. എന്നിട്ട് ആ മുടി തിരിച്ചു വാങ്ങി. 7 മുടിയും തിരിച്ചു വാങ്ങി പോകുമ്പോ നൗഷാദ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ دائما أبدا على حبيبك خير الخلق كلهم. എന്നിങ്ങനെ മൗലായെ തൊട്ട് ഈ മുടേറെ കൊണ്ടിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോ ഇപ്പുറത്ത് ഈക്കരുത് ചിരിക്ക മക്കളെ. അമ്മൂന്റെ മുടി എന്ത് ആ കൊണ്ടുപോയ 7 മുടിയും ജാലിയൻവാല എന്ന ലോകവ്യാപാരി കൊടുത്ത മുടിയായിരുന്നില്ല. പിന്നെയോ അവരുടെ ഇസ്ലാമിക് സെന്ററിൽ തൂത്തു തുടക്കാൻ വേണ്ടി വരുന്ന അമ്മു എന്ന പെൺകുട്ടിയുടെ മുടി ഹറാമാണ് ചെയ്ത തുനിയാസാണ്. ഓളെ മുടി മുറിച്ചെടുക്കാനുള്ളത്. ആർക്കോട് നിങ്ങൾക്ക് ചോദിക്കാറിയാൻ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമോ? എന്റെ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞൊരു സാധനത്തെ പരിശോധിച്ചറിയാൻ പോലും കഴിയാത്ത വെറും വ്യക്തികളായി കേരളത്തിലെ സമസ്തയിലെ പണ്ഡിതന്മാരെ മാറുന്നു എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട് മുസ്ലിമീങ്ങളെ. സമൂഹത്തിന് മുന്നിൽ നിന്ന് നയിക്കേണ്ട നേതാക്കന്മാർക്ക് വരുന്ന അപജയങ്ങളാണിത്. നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇത് നമ്മളല്ല, ഇതിങ്ങനെ പറയാണ് ജിഷാമായി ആരോട്, നമ്മളെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട്. പഠിച്ചോനെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെ തലഅൽ ബദർ ചൊല്ലിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞപ്പം പൊന്മള പറയാണ്, അതെ അതെ റോങ് പരിപാടിയാണത്, റോങ് പരിപാടിയാണത്. ഞങ്ങൾ ഉസ്താദുമായി കൂടിയപ്പോ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പരസ്പരം പൊട്ടിച്ചിരിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോ ഇങ്ങനെ അമ്മുവിന്റെ മുടി തിരിച്ചു കൊണ്ടുപോയി. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ ജാലിയൻവാല എന്ന് പറഞ്ഞ നമുക്കുണ്ടല്ലോ, അച്ചങ്ങായിക്ക് കൊടുത്ത മുടി ഏതാണെന്ന് പറഞ്ഞ് തിരിച്ചറിയാൻ അച്ചങ്ങായി കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, ഓൻ കൊടുത്തൊരു 7 മുടി ഉണ്ടല്ലോ, അതാണോ റിട്ടേൺ വന്നതെന്ന് പോലും പരിശോധിക്കാൻ അയാൾക്ക്. ഓന്റെ അടുത്ത് എത്ര മുടിക്കണ്, എത്ര മുടിയാണുള്ളത്. അതുകൊണ്ട് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റിയത് അറിയാൻ ഇച്ചങ്ങായിക്ക് അറിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കളിക്കുന്നത് റസൂലുള്ളാഹിനെ കൊണ്ടാണ്. ദുഃഖമുണ്ട്, നിങ്ങൾക്ക് വിഷമമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കൊണ്ടുവരെ റസൂലുള്ളാഹിനെ ചീത്ത വിളിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ അകപ്പതിച്ചു. വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരായ ചില ആളുകൾ റസൂലുള്ളാഹിയുടെ ആധാറുകളെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ് കളിയാക്കാനുള്ള കാരണം നിങ്ങളാണ്.
നിങ്ങൾ അനാവശ്യമായ പ്രവർത്തനങ്ങളുമായി വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതുരംഗത്ത് ചവിട്ടിമതിക്കുന്ന കാലഘട്ടം വന്നു. നഊദു ബില്ലാഹ്. നിങ്ങൾ ആലോചിക്കും, മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു നുണ പറഞ്ഞാൽ, മനഃപൂർവ്വം നുണ കെട്ടി പറഞ്ഞാൽ, അയാൾ നരകത്തിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്, അല്ല ഉസ്താദുമാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവരോ അതല്ല നരകത്തിലെ സീറ്റ് വിലക്കുവാൻ വന്നവരോ എന്ന് ചോദിച്ചു പോകുകയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ പച്ച നുണ പറയാൻ മടിയില്ല. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാര്, അങ്ങനെ അമ്മുവിന്റെ മുടിയായി പരിണമിച്ച റസൂലുള്ളാഹിന്റെ മുടി എന്നിവര് പറഞ്ഞ സാധനമുണ്ടല്ലോ, ആ സാധനത്തിന്റെ സനത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു കേരളത്തിൽ ജനങ്ങൾ. അപ്പൊ ഇതിന് ഒരു അഡ്രസ്സും ഇല്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്തു? നമ്മളെ നിശാൻ മാഹി പറയാണ്, മർക്കസിലുള്ള ഒരു സഖാഫിയെ കൊണ്ട് അതിനൊരു സനത് ഉണ്ടാക്കിച്ചു. എന്ത് സനത്? ഖാദിരിയ തരീഖത്തുകാർക്ക് കൊടുക്കുന്ന പോലെ ഒരു തരീഖത്തിന്റെ സനത് പോലത്തെ ഒരു സാധനം. ഇന്നയാൾക്ക് ഇന്നയാൾ കിട്ടി, ഇന്നയാൾക്ക് ഇന്നയാൾ കിട്ടി, ഇന്നയാൾക്ക് ഇന്നയാൾ കിട്ടി എന്ന് പറഞ്ഞൊരു സനത് തട്ടിക്കൂട്ടി. എന്നിട്ട് പറഞ്ഞു, വാ മർക്കസിലേക്ക് വാ, ഞങ്ങൾ കാണിച്ചു തരും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വയനാടുള്ള നമ്മുടെ ഒരു പ്രവർത്തകരെ വിളിച്ചിട്ട് SSF കുട്ടികൾ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കി. അവർ പറഞ്ഞു, സനതും ഞങ്ങൾ കാണിച്ചിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി എന്നെ വിളിച്ചു വെച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറയും, ധൈര്യമായിട്ട് പോയിക്കോ, മർക്കസിൽ നിന്ന് ഹദീസിന്റെ സനത് പോലെ കൃത്യമായിട്ട് 1 by 1 ആയി ഓരോരുത്തരെയും ബോധ്യപ്പെടുന്നവർക്ക് ആ സനത് വാങ്ങിക്കൊണ്ടുപോവാ, നമുക്ക് പരിശോധിച്ചിട്ട് പറയാമെന്ന്. അങ്ങനെ ഈ കുട്ടി എന്നിട്ട് പറയും, ഞാൻ വരാം, ഞാൻ റെഡിയാണ് മർക്കസിലേക്ക് വരാൻ, ഇൻഷാ അല്ലാഹ് ഞാൻ വരാം, നിങ്ങൾ സനത് ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. പിന്നെ അനക്കല്ല, അല്ലെങ്കിൽ ഇപ്പൊ അനക്കലുണ്ട്. ഇപ്പൊ അനക്കല്ല. എന്താ കാര്യം? അങ്ങനെ ഒരു സനത് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. അത് മർക്കസ് കൂടാരത്തിൽ നിന്ന് നിർമ്മിച്ചെടുത്തതാണ്. ചില മാറ്റങ്ങൾ വരുത്തി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആളുകളെ കാറ്റിയും തിരുത്തിയും ഒക്കെ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയതാണ് ആ സനത്. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് മുസ്ലിമീങ്ങളെ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ റസൂലുള്ളാഹിനെ വിറ്റ് ജീവിക്കണോ നിങ്ങൾ? റസൂലുള്ളാഹിനെ വിറ്റ് കാശാക്കണോ നിങ്ങൾ? എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒന്നാമത്തെ മുടി ഈ റൂട്ടിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് കോലാഹലമുണ്ടാക്കിയിട്ട് രണ്ടാമത്തെ മുടിയുടെ വരവ്. അതെവിടുന്ന? അത് ഖസ്റജിയാണത്രേ കൊടുക്കാൻ പോകുന്നത്. എന്തായിരുന്നു ഒരു സമ്മേളനം, ആളുകൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്. അങ്ങനെ കാന്തപുരത്തിന് കൊടുക്കാൻ പോവാണ് മുടി. ആര്? ഖസ്റജി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. ഇതാരായ ഖസ്റജി? അയാളെ കുറിച്ച് പിന്നീട് അറിഞ്ഞു. മൂപ്പര് പറഞ്ഞത്രേ, മൂപ്പരുടെ അനുജൻ പിന്നെ ദുബൈ ഔഖാഫിൽ പരാതി കൊടുത്തതാണ്. എന്റെ ജേട്ടൻ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട്, ഞാനാണ് ആഗോളാടിസ്ഥാനത്തിലുള്ള അൻസാറുകളുടെ നേതാവ്, ഞാനാണ് എന്ന് അയാൾ പറഞ്ഞു നടക്കുന്നു. എനിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ട് നിങ്ങളൊന്ന് നോക്കണം. വളരെ കൃത്യമാണ്. ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയോ കാര്യലാഭമുണ്ട്. അവിടെ അയാൾ ആഗോളം പറഞ്ഞപ്പോ ഇവിടെ ഒരു അഖിലേന്ത്യാങ്കിലും പറയണ്ടേ. അതുകൊണ്ട് മൂപ്പര് സ്വന്തം തീരുമാനിച്ചു, അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സെക്രട്ടറി ഞാനാണ്. അങ്ങനെ ഒരു അഖിലേന്ത്യയും ഒരു ആഗോളവും ഒരുമിച്ചുകൂടി. അങ്ങനെ ഒരുമിച്ചുകൂടുന്നു. അവിടെ വെച്ചുകൊണ്ട് ഈ മുടി കൈമാറ്റം ചെയ്യപ്പെടാൻ പോവുകയാണ്. റസൂലുള്ളാഹിന്റെ മുടി. എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ മുടി കൊടുക്കാനെത്തിയതെന്ന് അറിയുമോ? അതിന്റെ പിന്നിലും ഒരു കഥയുണ്ടത്രേ. അത് അഹ്മദ് ഖസ്റജി കടന്നിറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, എന്റെ മുടിയിൽ നിന്ന് ഒരു കഷണം മുറിച്ച് നിങ്ങൾ കൊണ്ടുപോയി കേരളത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കണം കേട്ടോ.
അവിടെ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ട് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വന്ന് പറയുന്നു. ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാമല്ലോ പ്രിയപ്പെട്ടവര്. സ്വപ്നമല്ലേ, സ്വപ്നത്തിൽ എന്തും പറയാമല്ലോ. അതാ റസൂലുള്ള വന്നു എന്ന് പറയുന്നു, റസൂലുള്ളാനെ കണ്ടു എന്ന് പറയുന്നു, റസൂലുള്ള നിർദ്ദേശം കൊടുത്തു എന്ന് പറയുന്നു. ഇവിടെയും നിങ്ങൾ പഠിക്കണം. മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം നുണ പറഞ്ഞാൽ അവനതാ നരകത്തിലൊരു സീറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുസ്ലിമീകളെ, ഇവിടെ റസൂലുള്ളാഹിന്റെ പേരിൽ മറ്റൊരു നുണയാണ് ഈ പറഞ്ഞത്. എന്നാ കേരളത്തിലെ സമസ്തക്കാർ പറഞ്ഞെന്താ അറിയോ? സമസ്തയിലെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ പ്രസംഗിക്കുന്നു. അവര് പറയുന്നു, ഒരാൾ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ റസൂലുള്ളാഹിനെ കണ്ടു എന്ന് പറയാം. കാരണം പിശാച് റസൂലുള്ളാഹിന്റെ കോലത്തിൽ വരില്ല എന്ന് ഹദീസുകളിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കണ്ട് അതേ രൂപത്തിലാണെങ്കിൽ ഒരു താബിഈപ്പെട്ട ഒരാൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ട് സഹാബിയോട് വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. അപ്പൊ സഹാബി പറഞ്ഞത്രേ, യസുഫ് ലനാ, ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചാൽ, നീ കണ്ട ആളെ ഒന്ന് വിശദീകരിച്ചു തരൂ. അപ്പൊ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ സഹാബി പറഞ്ഞു, അതെ 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 അത് റസൂലുള്ള തന്നെയാണ്. ഇതെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്വപ്നത്തിൽ റസൂലുള്ള വന്നു എന്നും എന്നിട്ട് റസൂലുള്ള എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ രൂപത്തിൽ പിശാച് വരികയില്ലെന്നേ റസൂലുള്ള പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ റസൂലുള്ളാഹിന്റെ രൂപം കാണുമ്പോ പിശാച് അവിടുന്ന് മന്ത്രിച്ചു തരാം. റസൂലുള്ള പറഞ്ഞ പോലെ പറയുന്നതാണ്. അതുകൊണ്ട് അത് വിശ്വസിച്ചുകൂടാ. സമസ്തക്കാര് പറയാൻ, സമസ്തയിലെ പണ്ഡിതന്മാര് പറയാൻ, അവിടെ നിന്ന് നിർദ്ദേശം വന്നു എന്ന് പറഞ്ഞാൽ അതംഗീകരിക്കണം. അത് പിശാചായിരിക്കും. കണ്ടത് റസൂലുള്ളാഹി തന്നെയാവാം. നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ നോക്കിയാലും ഇവരുടെ ഈ സാധനത്തിൽ ഒരു അടിത്തറയില്ല. എല്ലാം തകർന്ന് അതിങ്ങനെ പറഞ്ഞപ്പോ ഔദ്യോഗിക സമസ്തക്കാര് ചോദ്യം ചെയ്തു. അപ്പൊ പറയാണ്, കണ്ടോ ഇവരെന്തിനാണ് ഇതൊക്കെ തള്ളുന്നത്? നമ്മളെ മുഹ്യിദ്ദീന്മാരെ തള്ളാനാണ്, നമ്മളെ മങ്കൂസുകളെ തള്ളാനാണ്. കാരണം അതിലൊക്കെ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ സ്വപ്നത്തിൽ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്. അതൊക്കെ തള്ളാനുള്ള പുറപ്പെടലാണ്. ഈ പുറപ്പെടലിന് പേരോടത്ത് റഹ്മാൻ സഖാഫി പ്രസംഗിക്കുകയാണ്. അവിടെ നിന്നാണ് പറഞ്ഞു വന്ന വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇങ്ങനെ ആ സാധനം കൊണ്ടുവന്നു വെക്കുന്നു. അവിടെ വെച്ച് ഒരു നാടകം കൂടി നമ്മൾ കാണുകയാണ്. എന്താണ് ആ നാടകം എന്നറിയുമോ? പേരോടത്ത് റഹ്മാൻ സഖാഫി പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു സദസ്സിൽ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം അള്ളാന്റെ റസൂലിന്റെ മുടിയങ്ങനെ കൈമാറുന്നതിന് മുമ്പ് അവിടുന്നതാ ആ മുടിയുടെ ശരതിങ്ങനെ ഉറക്കെ വായിക്കുകയാണ്. അതിങ്ങനെ വായിച്ചു കേൾക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുടിയെന്ന് കേരളത്തിലെത്തിയല്ലോ, അതൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അതിട്ട് വെള്ളം കുടിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ട് സാധാരണക്കാരായ ആളുകളൊക്കെ കരഞ്ഞുപോയി. ആ സനത് വായിക്കുമ്പോ അത് റസൂലുള്ളാഹിന്റേതാണെന്ന് മനസ്സിലാക്കി കരയുകയാണ്. അതിനോട് പ്രസംഗിക്കുന്ന വാക്കാ ഞാൻ പ്രസംഗിച്ചത്. സനത് വായിച്ചു. അതിനവിടെ ഒരാൾ വായിക്കുന്നത് അറബി സനത് വായിക്കുന്ന രംഗങ്ങളുണ്ട്. അറബി ഒരു സനത് ഇങ്ങനെ വായിക്കാണ്. എന്താ വായിച്ച സനത്? എല്ലാവരും പറഞ്ഞു, കണ്ടോ പരസ്യമായിട്ടല്ലേ സനത് വായിച്ചത്, ജനങ്ങളുടെ മുന്നിൽ പരസ്യമായിട്ടല്ലേ സനത് വായിച്ചത്, എല്ലാവരും അത് കേട്ടതല്ലേ എന്ന് ജനങ്ങളോടൊക്കെ അന്ന് അടിച്ചു തകർത്തു പറഞ്ഞു. പിന്നീട് ആളുകളത് ചോദ്യം ചെയ്തു, പോലെ അത് സനതാ വായിച്ചത്, മുടിയുടെ സനതാണോ വായിച്ചത് എന്ന് ബോധ്യപ്പെടുത്തണം. അത് പറഞ്ഞപ്പോ മൂപ്പരൊന്ന് തരുണ്ട്. അപ്പൊ പേരോട് പറഞ്ഞു,
ആ മുടിയുടെ സനദല്ല, മറിച്ച് അതിന്റെ നെസബയാണ് വായിച്ചത്. അതെന്താ സനദും നെസബയും തമ്മിലുള്ള വ്യത്യാസം? സനദ് അത് കൈമാറ്റ ശൃംഖലയാണ്, നെസബയോ ഇയാളുടെ പിതൃപരമ്പരയാണ്. വ്യത്യാസത. അപ്പൊ മൂപ്പര് തട്ടിപ്പ് നടത്തി. എന്താ തട്ടിപ്പ്? സനദ് വായിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഹസ്രജിയുടെ കുടുംബ പരമ്പര വായിച്ചു. എന്താ, ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ അഹമ്മദ് ഹസ്രജിയാണ്, എന്റെ ഉപ്പ മുഹമ്മദ് ഹസ്രജിയാണ്, അയാളുടെ ഉപ്പ ഇന്നയാളാണ്, അയാളുടെ ഉപ്പ ഇന്നയാളാണ്. അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അങ്ങനെ റസൂലുള്ളാഹിന്റെ സഹാബിയിലേക്ക് ചെന്ന് എത്തുന്ന പരമ്പര എവിടുന്ന് വായിച്ചു. എന്നിട്ട് പേരോട് പറയുകയാണ്, ആ വായിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്നറിയുമോ? ഈ മുടി കൊടുക്കാൻ ഇയാൾ അർഹനാണോ എന്ന് അറിയാനാണ്. അപ്പോഴും മുടിയുടെ സ്ഥലത്ത് വന്നിട്ടില്ല, അപ്പോഴും മുടിയുടെ സ്ഥലമില്ല. പിന്നെ ഇയാൾ കൊടുക്കാൻ അർഹനാണോ? അർഹനല്ലേ? ഒരു പരമ്പര വായിച്ചാൽ അർഹനാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരമ്പര വായിച്ചാൽ അർഹനാകുമോ? ഇല്ല. അങ്ങനെ പറയാനാണെങ്കിൽ എല്ലാവർക്കും പരമ്പര പറഞ്ഞൂടെ? പറഞ്ഞൂടെ? എല്ലാരും പറഞ്ഞു 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 പറഞ്ഞ് അങ്ങ് എത്തിക്കൂടെ? കേരളത്തിൽ വിടാം. കേരളത്തിൽ നമ്മളെ പരമ്പര പറയാൻ നോക്കിയാൽ ചിലപ്പോ നീ ഇടക്ക് വെച്ച് മുറിഞ്ഞു. അത് കേരളത്തിലെ കാന്തപുരത്തിലെയും കണക്കാണ്, ഇക്കയുടെയും കണക്കാണ്, ചെറുശ്ശേരിയുടെയും കണക്കാണ്, AP അബ്ദുൽ ഖാദർ മൗലവിയുടെയും കണക്കാണ്. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും കണക്ക് ഒരുപോലെ ആയിരിക്കും. എന്താ അയാ ഫാഖീറുൻ ബിന്നസബി കൈഫ തഫാഖുറു അസ്ലുകും മിൻ ഖബൽ കിയം വനായരു വആശാരി മുശാരി വമന്നാനു പാനരു വകുറവാനു ചട്ടിയും വനായാരി പറയരു. ഉമർഖാനികൾ വിലങ്കൂറ്റി. വലിയങ്കോട് ഉമർഖാനി പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ആളുകളെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ കുടുംബമഹിമ പറയാൻ നിൽക്കണ്ട. അപ്പൊ നമ്മളെ പരമ്പര പറഞ്ഞ് അങ്ങോട്ട് എത്തണ്ട. പക്ഷെ ഗൾഫിലുള്ള ആളുകൾ പരമ്പര പറയാൻ തുടങ്ങിയാൽ പറഞ്ഞു പറഞ്ഞ് അങ്ങ് എത്താൻ പറ്റും. മനസ്സിലായോ? അത് മുഹാജിറുകൾക്കും പറ്റും, അൻസാരികൾക്കും പറ്റും. ആ വകുപ്പിൽപ്പെട്ട ഇപ്പോഴത്തെ ഒരുത്തം വന്നിട്ട് പറയാൻ എന്റെ ഉപ്പ അങ്ങ് പറഞ്ഞു പോയാൽ സഹാബിയായ ഇന്നയാളാണ്, അതുകൊണ്ട് എനിക്ക് അർഹതയുണ്ടെന്ന് പറയാൻ നടക്കൂല. ഇയാള് ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരാവണം, ഇയാള് കളവ് പറയാത്ത മനുഷ്യനാവണം, ഇയാൾ അങ്ങനെ അങ്ങനെ പ്രത്യേക ഗുണങ്ങളുള്ള ആളാകണം. അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് അംഗീകരിച്ചുകൂടാ. ഇതിനല്ലേ ജർഹ് തഅദീൽ വന്ന് അതേ റാവിമാരുടെ കുറ്റവും കുറവുമൊക്കെ പരിശോധിക്കുന്ന, അയാൾ നീതിമാനാണോ അല്ലേ എന്ന് പരിശോധിക്കുന്ന പ്രത്യേകമായ ഒരു വിജ്ഞാന ശാഖ തന്നെ ഇസ്ലാമിൽ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരെയും കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക. റസൂലുള്ള സ്വപ്നത്തിൽ വന്നിട്ട് ഈ മുടി കാന്തപുരത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു തന്നെ നുണയല്ലേ? അത് നുണയാണ്. നമുക്ക് ഇങ്ങനെ മനസ്സിലായി. കാന്തപുരത്തെ കുറിച്ച് ചർച്ച അറിയാൻ പറ്റും. കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്നറിയാം, പ്രത്യേകിച്ച് കാന്തപുരത്തിന് ശിഷ്യന്മാർക്കും അറിയാം. ഞാൻ ആ വ്യക്തിയൊന്നും പറയുന്നില്ല, മറിച്ച് ചില ആളുകൾക്ക് സംസാരിക്കലുണ്ട്, എന്തിനാ ഇങ്ങനെ വ്യക്തികളെ പറ്റി പറയണം? അങ്ങനെയല്ല പറഞ്ഞ ഉദ്ദേശം. ആ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതേസമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഈ വിഷയം ഇത് ആദർശവുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറഞ്ഞാൽ അത് റസൂലിനെ പഠിപ്പിച്ച ആദർശത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അതിൽ തെരികിട കാണിച്ചാൽ അത് പറയേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ നെസബ വായിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഇത് വീണ്ടും പൊല്ലാപ്പായി. അങ്ങനെ പൊല്ലാപ്പായി വരുന്ന സമയം ഔദ്യോഗിക സംസ്ഥയിലെ ആളുകൾ പത്രസമ്മേളനം നടത്തി. അവര് പറഞ്ഞു, തട്ടിപ്പാണ്, ഇതിന്റെ സനത് പോലും രേഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കാന്തപുരം വിഭാഗവും പോയിട്ട് ഒരു മീറ്റിംഗ് നടത്തി, ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ പത്രക്കാര് പേരോടിനോട് ഇങ്ങനെ ചോദിക്കാൻ, പേരോട് നല്ല ഒന്നാം തരം ബിസിനസ്സുകാരനാണ് അദ്ദേഹം. ഈ
മാഫിയകളിലൊക്കെ പെട്ട ആളാണ്. എനിക്കൊരു സംശയമുണ്ട്. ഇനി അല്ലെങ്കിൽ ഞാൻ ആ വാക്ക് പിൻവലിക്കാൻ. എന്തായാലും ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളാണ്. കാരണം മൂപ്പരുടെ ഉദാഹരണങ്ങളൊക്കെ ആധാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മൂപ്പരിങ്ങനെ ആധാരത്തെ കുറിച്ച് പറഞ്ഞു, അതിലിങ്ങനെ ആധാരം ഉണ്ടാവും, അങ്ങനെ ആധാരം ഉണ്ടെങ്കിൽ അതിന് മുന്നാധാരം ഉണ്ടാവും, പിന്നെ അതിനൊക്കെ ഒരു അടിയാധാരം ഉണ്ടാവൂലേ എന്ന് പറഞ്ഞ പോലെ ഈ സനദിനും ഒരു അടിയാധാരം ഉണ്ട്. അതിന് ഞങ്ങളെ കയ്യിലില്ല. അതവിടെ അങ്ങ് അബുദാബിയിലാണ്, അയാളെടുത്താണുള്ളത്. അയാളോട് കിട്ടണം. അല്ലെങ്കിൽ പോയിക്കൂടെ? പോയി മേടിച്ചു ബന്ധപ്പെടണം, അയാളോട്ട് ബന്ധപ്പെടണം. എന്ത് ബന്ധപ്പെടാൻ ഒരു മടി? കാരണം അടിയാധാരം പോയിട്ട് ഒരു സാധനമില്ല. ചോദിക്കാൻ കിട്ടാ അടിയാധാരം കിട്ടാനായിട്ട് ആ സാധനം ഉണ്ടാവണ്ടേ? നല്ല കിട്ടുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ഒരു സാധനമില്ല. കാരണം ഇതിന്റെ അടിയാധാരം എവിടെയാണ്? ജാലിയൻവാലാന്റെ വീട്ടിലാണ്. കാരണം അയാളാണ് അതിന്റെ പ്രചാരകൻ, അയാളാണ് അതിന് കൊടുത്തുകൊണ്ടിരുന്ന ആള്. അതുകൊണ്ട് തന്നെ അതിന് അടിയാധാരവുമില്ല, മുന്നാധാരവുമില്ല. ഈ ചർച്ച ഇങ്ങനെ വന്നു, ഉറപ്പായി ഇതിനൊരു ആധാരമില്ല, ഇതിന് സനദില്ല, പരമ്പരയില്ല എന്നൊക്കെ ബോധ്യപ്പെട്ടു. അപ്പൊ പിന്നെ അടുത്ത വർത്താനം എന്താ? ഏതായാലും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണോ അല്ലേ എന്നറിയാൻ ഒരു ഹിക്മത്തുണ്ട്. അതെന്താ? ഒന്ന് കത്തിച്ചു നോക്കാം. റസൂലുള്ളാഹിന്റെ ആണെങ്കിൽ അത് കത്തൂലേ? റസൂലുള്ളാഹിന്റെ കത്തൂല, അല്ലെങ്കിൽ കത്തും. ആര് വരണം? ഓല് വരണം. ഞാൻ പറഞ്ഞല്ല, ഓലമ്മയുടെ ചർച്ചയാണ്. റസൂലുള്ളാഹിന്റെ ആണെങ്കിൽ കത്തൂല, അല്ലാത്തതാണെങ്കിൽ കത്തൂലേ? അതുകൊണ്ട് കത്തിച്ചു നോക്കാം. ഒരേ കാന്തപുരം പത്രസമ്മേളനം നടത്തി അദ്ദേഹം അതാ ചോദ്യം ചോദിക്കുന്ന ആളുകളോട് പറയുന്നു, പറ്റൂല, റസൂലുള്ളാഹിന്റെ മുടി അങ്ങനെ കത്തിക്കാൻ പറ്റൂല. അങ്ങനെ കത്തിച്ചുകൊണ്ട് പരിശോധിക്കേണ്ട ആവശ്യവും ഇവിടെയില്ല. എന്താണെന്നറിയോ? ഇവരുടെ വാദപ്രകാരം അതെങ്ങാനും കത്തിച്ചുപോയാൽ പിന്നെ അഡ്രസ് ഉണ്ടാവുകയില്ല എന്നിവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ കാന്തപുരം ക്ഷണിച്ചു നിന്ന് കത്തിക്കാൻ പാടില്ല. ഈ വിഷയം പറഞ്ഞു. അതാ ജിസാൻ മാഹിയുമായി പെൺമള സംസാരിക്കുന്നു. പെൺമള പറഞ്ഞു, കാന്തപുരത്തിന്റെ ആ ഭാഗത്തോട് ഞാനെതിരാണ്. കാരണം റസൂലുള്ളാഹിന്റെ മുടി കത്തുകയില്ല എന്ന് പറഞ്ഞ വാദം, ഇന്നത് കത്തുകയില്ല എന്ന് പറഞ്ഞ വാദത്തിന് ഞാൻ എതിർക്കുകയാണ്. കാരണം അത് നിലനിൽപ്പില്ലാത്ത വാദമാണ്. ഇനി കത്തൂല എന്ന് പറഞ്ഞതും ജീവിതകാലത്ത് മുഴുവത്തിനോട് സാധിക്കുമെങ്കിൽ അങ്ങനെ പക്ഷെ ഇപ്പോഴതൊരിക്കലും സാധിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ ഒഴിച്ച് വേറെ ഒരു മോചിതത്വം ഇന്ന് ശേഷിക്കുന്നില്ല. ഇതാരാ പറഞ്ഞത്? പൊന്മളക്കാരൻ മുഫ്തിയാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുകയാണ്, ഖുർആൻ ഒഴിച്ചുള്ള ഒരു മോചിതത്വങ്ങളും ഇന്ന് നിലനിൽക്കുന്നില്ല. ഇപ്പെടാൻ പറ്റാതെ വന്നുപോയതിൽ വിഷമമുണ്ട് പ്രിയപ്പെട്ടവര്. കാരണം അത് നിങ്ങൾ കേൾക്കേണ്ട ക്ലിപ്പ് തന്നെയാണ്. അള്ളാന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് ഇവര് തേടുന്നല്ലോ. നബിയേ, ഞങ്ങളെ കാണുന്നില്ലേ നബിയേ? ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ നബിയേ? ഞങ്ങളെ കേൾക്കുന്നില്ലേ നബിയേ? കത്താതെ തങ്ങൾക്ക് കണ്ണുവെച്ചു കൊടുത്ത ഞങ്ങളെ, കൈകളിലൂടെ വെള്ളം കെട്ടി ഒഴുകിയ ഞങ്ങളെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ എന്നിങ്ങനെ വിളിക്കുമ്പോ ആ മോചിതത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അങ്ങനെ ഒരു മോചിതത്വം നിലനിൽക്കുന്നില്ല. ഇന്നലകളിൽ ഞങ്ങളാണെന്ന് പറഞ്ഞതെങ്കിൽ ഇന്നിതാ AP സമസ്തയിലെ മുഫ്തിയായ പൊന്മളയും പ്രഖ്യാപിച്ചുപോയി. മുടികൾക്ക് കൊണ്ട് കിട്ടിയ നേട്ടതൊക്കെയാണ്. റസൂലുള്ളാഹിന്റെതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മുടിയുണ്ടല്ലോ, അതുകൊണ്ട് കുറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താ? ഇങ്ങനെ ചില ആദർശപരമായ വിഷയങ്ങൾ രണ്ടും വേർതിരിക്കപ്പെട്ടു, ഹക്കും ബാത്തിലും വേർതിരിക്കപ്പെട്ടു. ഇപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശോധിച്ചു നോക്കൂ. നമുക്ക് അറിയാൻ കഴിയുകയാണ്. അങ്ങനെ കത്തിക്കണ്ടെന്ന് പറയാൻ കഴിയുന്നു, കത്തിച്ചു നോക്കാമെന്ന് പറയുന്നു, ഒന്നും നടക്കുന്നില്ല.
ഇതിന്റെ ഇടയിൽ ഒരു സംഗതി നടന്നിട്ടുണ്ട്. അതെന്താ? ഇങ്ങനെ രണ്ട് മുടിയും ഇവിടെ വരുന്ന സമയത്ത് അതിനു മുമ്പ് ഒരു മുടിക്കച്ചവടം, മുടിവെള്ള കച്ചവടം ഇവിടെ നടന്നിട്ടുണ്ട്. അതാരാ? ഖുർആൻ ഡയറക്ടറായി വന്ന റഹ്മത്തുള്ള ഖാസിമിയാണ്. അതാ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടിയിട്ട വെള്ളമാണ്, സനതുള്ള വെള്ളമാണ്, എന്തെങ്കിലും പറയുന്നതല്ല. അതുകൊണ്ട് ഒരു കുപ്പിക്ക് 25,000 വെച്ച് 2 കുപ്പി വെള്ളമുണ്ട്. 50,000 ആര് കൊടുക്കുന്നു? അവരതാ വാവാട് ഉസ്താദിന്റെ കയ്യിൽ നിന്നത് വാങ്ങിക്കോ. അന്തപര വിഭാഗത്തവരിപ്പോ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ രണ്ടാള് വേലി നാണയത്തിന് 2 വശങ്ങളാ. മനസ്സിലായോ? 2 അപ്പുറത്തും ഇപ്പുറത്തുമാണ്. നിങ്ങൾ 50,000 വിറ്റിട്ടുണ്ട് മുടിയിട്ട വെള്ളം, അതും സനദില്ലാത്ത വെള്ളം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി റഹ്മത്തുള്ള ഖാസിമിയുടെ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എവിടെ ക്ലിപ്പ് കൊണ്ടുവാ? വെല്ലൂരിൽ നിങ്ങൾ പറഞ്ഞ മുടിയുടെ സനത് അതൊന്ന് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹം. മാത്രമല്ല, അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വെല്ലൂരിലൊരു മുടിയുണ്ട്, ആ മുടിയിട്ട വെള്ളം അവിടെ ബാക്കിയാത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്നും കുടിക്കുന്നില്ല. കാരണം എന്താ? മുടിയുടെ സനദിൽ സംശയമുണ്ട്. അവർക്ക് ലത്തീഫിയയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം, മുടിയിട്ട വെള്ളമാണ് കൊടുക്കുന്നത്, അത് സനതുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പേരോടതാ ചോദിക്കുകയാണ്, ഈ പ്രസംഗത്തെ ഗണ്ണിച്ചുകൊണ്ട് ചോദിക്കുന്നു, വെല്ലൂരിലെ മുടിക്ക് സനദില്ല എന്നും ലത്തീഫിയയിലെ മുടിക്ക് സനതുണ്ട് എന്നും നിങ്ങൾ പറഞ്ഞല്ലോ, അതിന് തെളിവ് കൊണ്ടുവരാൻ ഞാനിതാ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടോ? നിങ്ങൾ കൊണ്ടുവരൂ. ആരാ വിളിക്കുന്നത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. മുപ്പര് വെല്ലുവിളി നടത്തി. മുപ്പര് പറഞ്ഞു, നിങ്ങളത് കൊണ്ടുവന്നാൽ പിന്നെ പേരോട് സ്റ്റേജിൽ കയറൂല, പേരോടിനെ പ്രസംഗിക്കൂല. ഒരൊറ്റ മനുഷ്യന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയോ? ഇല്ല, ഇല്ലാത്ത സാധനം എങ്ങനെ കൊടുക്കാം? അങ്ങനെ ഈ ചർച്ച നടക്കുന്ന സമയത്ത് SKSSF-ന്റെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ബഹാറുദ്ദീൻ കുരിയാട് മദുവി അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകളായി പലതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. മെതിയടിയുണ്ട്, അങ്ങനെ മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ വടിയുണ്ട്, അങ്ങനെ പുതപ്പുണ്ട്, ഇങ്ങനെ പലതും പലതും വിശദീകരിക്കുന്നു. അതൊക്കെ തിരുശേഷിപ്പുകളാണെന്ന് പ്രസംഗിക്കുകയാണ് ആര്? നമ്മളെ കുരിയാട് നദുവി സാഹിബ്. ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പിട്ടിട്ട് പേരോട് ചോദിക്കാൻ, നിങ്ങൾ പറഞ്ഞല്ലോ ആ സാധനം, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ലോകത്തുടനീളമുള്ള റസൂലുള്ളാഹിന്റെ ആസാറുകൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകളെ കൊണ്ട് സനത് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പറ. SKSF-ലെ കുട്ടികളെ മുഴുവൻ വെല്ലുവിളിച്ചു. ആരെ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഒക്കെ ഞങ്ങൾ പറഞ്ഞെടുത്തേക്ക് മടക്കം. കുല്ലു ശൈഇൻ യർജിഉ ഇലൽ അസ്ലിന. എല്ലാ വസ്തുക്കളും അതിന്റെ അസ്ലിലേക്ക് മടങ്ങുന്ന, ഈ അസ്ലിലേക്ക് ഞങ്ങളൊക്കെ മടങ്ങിയത് ഞങ്ങൾ പറഞ്ഞിടത്തേക്ക്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞിടത്തേക്ക് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, സനദില്ലാതെ സ്വീകരിക്കരുത്. പേരോട് പറഞ്ഞു, സനത് കൊണ്ടുവാടോ. അപ്പുറത്ത് മറ്റവർ പറഞ്ഞു, കൊണ്ടുവാടോ സനത്. എല്ലാവർക്കും ഇപ്പൊ സനത് വേണം. പറഞ്ഞ നമ്മളെ പറഞ്ഞു. അവസാനം പറഞ്ഞു കാന്തവരെന്ത് പറഞ്ഞറിയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിന് 2 സനത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്? 2 സനത് എനിക്കുണ്ട്. അതായത് 2 വഴിയിലൂടെ ജിബ്രീലിലേക്ക് എത്തുന്ന, അല്ലാഹുവിലേക്ക് എത്തുന്ന ഒരു സനത്. ഇങ്ങനെ അല്ലാഹു ജിബ്രീൽ കേട്ടു, ജിബ്രീൽ റസൂലിനെ കേട്ടു, റസൂലിനെ എന്ന് സഹാബി കേട്ടു, ആ സഹാബിയിൽ നിന്ന് താബിഈ കേട്ടു, താബിഈ കേട്ടു. അങ്ങനെ കേട്ട് 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 എന്റെ ഉസ്താദ് കേട്ടു, പിന്നെ ഞാൻ കേട്ടു. അങ്ങനെ എനിക്കൊരു സനത്. പിന്നെ വേറൊരു സനതുകൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളയിൽ നിന്ന് എന്നിലേക്ക് എത്തുന്ന 2 സനതുകൾ എനിക്കുണ്ട് ഖുർആനിൽ. എവിടുന്നതൊക്കെ കൊണ്ടുവന്നപ്പോഴും ഇപ്പൊ സനതോ സനത് തന്നെ, എവിടെ എത്തിയാലോ തന്നെ സാധനം. ഖുർആനിനും സനതായി. അത് സനത് വേണമെന്നില്ല, അത് മുത്തവാത്തിറാണ്. പക്ഷെ എന്നാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് സനത്. അത് എന്തിനാണെന്നറിയോ? മുടി, മക്കളെ
ഖുർആനിന് വരെ സനതുള്ള എനിക്ക് പിന്നെ മുടിക്ക് സനദില്ലാതിരിക്കോ എന്ന് പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വർത്താനത്. മക്കളെ, അതിവിടെ നടക്കൂല. ഇവിടെ മുജാഹിദുകൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സാധ്യമേയല്ല. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ഈ മുടിയുമായി കടന്നു വന്നു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, നമുക്ക് ഈ മുടി വെക്കാൻ ഒരു പള്ളി വേണം. അതിന് വലിയൊരു വിജ്ഞാന സിറ്റിയുടെ നടുക്ക് ഷഹർ മുബാറക്ക് മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളി, ഷഹർ മുബാറക്ക് മസ്ജിദ്. അതിനുശേഷം മസ്ജിദുൽ ആധാർ എന്ന് പേരിട്ട് അവസാനം ഇപ്പൊ നോക്കുമ്പോ പള്ളി കാണാനില്ല. ഇപ്പൊ നിങ്ങൾ നോളജ് സിറ്റിയുടെ ചിത്രം കണ്ടില്ലേ? കണ്ടില്ല? അതിന്റെ നടുക്കുണ്ടല്ലത് നല്ല റൗണ്ട് ബോട്ട് അത്ര തന്നെ ഒരു ഉദ്യാനം. ശരിക്കും ആ റൗണ്ടിന്റെ ഉള്ളിൽ എന്തായിരുന്നു മുമ്പ്? ഒരു പള്ളിയായിരുന്നു. എന്നാ പറയാൻ നോക്കി, അത്രയും വലിയ ഒരു നോളജ് സിറ്റിയിൽ നിസ്കരിക്കാൻ സൗകര്യം എത്ര? 2 ചെറിയ സ്രാമ്പി, ഒന്ന് ആ മൂലക്കും ഒന്ന് ഈ മൂലക്കും. ഇപ്പൊ എവിടെ പള്ളി? ഇസ്മായിൽ സക്കാബി ചോദിക്കുന്ന പോലെ എവിടെ കായി എവിടെ പള്ളി? രണ്ടുമില്ല. അപ്പൊ വിഷയം ചോദിച്ചപ്പോ കാന്തപുരം പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ തന്നവരൊക്കെ പൊരുത്തപ്പെട്ടു തന്നാണ് തിരിച്ചു കൊടുക്കണ്ട. നല്ല തൊഴുപ്പന്നെ. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെ? എന്ത് ജാതി മനുഷ്യന്മാരാണ്? ഒരു കാര്യവുമില്ലാത്ത വിഷയം പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടെ വിശ്വാസവും അവരുടെ സമ്പത്തും ചൂഷണം ചെയ്യുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് നേട്ടമുള്ളത്? ഇന്ന് കാന്തപുരം വിഭാഗം ഭയങ്കര തകർച്ച നേരിടുകയാണ്. അതിൽ നിന്ന് സൂപ്പർ പ്രഭാഷകനായിരുന്ന അവരുടെ എല്ലാം എന്നൊക്കെ വിളിക്കപ്പെടുന്ന നൗഷാദ് അശ്വനി തകർക്കപ്പെട്ടിരിക്കുന്നു. ചങ്ങായി പ്രസംഗിച്ചെന്തെന്നറിയോ? ഞങ്ങള് തൗഹീദ് അജയ്യമാണ് എന്ന ക്യാമ്പയിൻ ഞങ്ങൾ കാസർഗോഡ് നിന്ന് തുടങ്ങി അങ്ങ് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോ ഈമാനുള്ള ഒരാളും മുജാഹിദിലുണ്ടാവില്ല. മുജാഹിദ് തകർക്കപ്പെട്ടു പോകും. ഇങ്ങനെ പ്രസംഗിച്ച ആളെപ്പ കാണാനില്ല. അതവസ്ഥ. ഇപ്പൊ കേൾക്കണെന്താണ്? മൂപ്പര് കാന്തപുരം വിഭാഗത്തെ തകർക്കാൻ ശ്രമിച്ച് ഇപ്പോൾ മൂപ്പർ വിലക്ക് നേരിടുകയാണ്. പ്രസംഗിക്കാൻ പാടില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന അവസ്ഥയിലുള്ളത്. പടച്ചം കൊടുക്കുന്ന ശിക്ഷണമൊക്കെ അള്ളാന്റെ ദീന് വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ കിട്ടുന്ന ശിക്ഷയാണത്. ഇതൊക്കെ വേറൊരാളുണ്ട്, രാമൻ തളി അല്ലേ? ചങ്ങായി ആരാ സാധനം? എന്തായിരുന്നു അയാളെ പരിപാടി? എല്ലാ സംവാദങ്ങൾക്കും മൂപ്പരാണ് മോഡറേറ്ററാണ് വരിക, മധ്യസ്ഥൻ മൂപ്പൻ. ആ ചങ്ങായിയുടെ പണി പോലെയോ പഠിച്ചവൻ പെട്ടെന്ന് ശിക്ഷ കൊടുക്കും, ദുനിയാവിൽ ചെന്ന് കിട്ടും. അങ്ങ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനം തകർത്ത് തരിപ്പണമാക്കാൻ, ആ സമ്മേളനത്തിന്റെ പേരിൽ കേരളത്തിലെ വർഗീയ സംഘടനം ഉണ്ടാക്കാൻ പാതിരാത്രിയിൽ അയാളും കൂട്ടുകാരും കൂടിച്ചേർന്നുകൊണ്ട് പോസ്റ്ററുകൾ എഴുതി, ബാനറുകൾ എഴുതി, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലും അല്ലാത്തടത്തും കൊണ്ടുപോയി വെച്ചു. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഈ മുജാഹിദുകൾ അതാ ഹിന്ദുക്കൾക്കെതിരെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രത്യേക ശ്രമമുണ്ടാക്കി. ആ സമയത്ത് വമ്പിച്ച സംഘർഷമുണ്ടാകുന്ന അവസ്ഥ വന്നു. സമ്മേളനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ വന്നു. പണ്ഡിതന്മാര്, നേതാക്കന്മാര് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടു. അവസാനം അതിന്റെ കള്ളനെ പിടികൂടി. അതാരായിരുന്നറിയുമോ? ഈ രാമൻ തളി എന്നറിയപ്പെടുന്ന മനുഷ്യനാണ്. ഇന്ന് ശ്രേയസിന്റെ എല്ലാ മേഖലകളിലും ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ഒറ്റപ്പെട്ട് അവരുടെ നേതാക്കന്മാരാൽ ചീത്തവലിക്കപ്പെട്ട് കഴിഞ്ഞ സമ്മേളനത്തിൽ വരെ സമ്പൂർണ്ണമായി നോക്കുകുത്തിയാക്കി സമ്പൂർണ്ണമായി എല്ലാവരും നിർത്തിയത് ആ ഒരൊറ്റ മനുഷ്യന് മാത്രമായിരുന്നു. മോനെ, ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. പടച്ചവന്റെ ആദർശം പഠിപ്പിക്കുന്ന പ്രസ്ഥാനത്തിനെതിരെ രംഗത്ത് വരാൻ ശ്രമിച്ചതിന് അല്ലാഹു നൽകിയ ശിക്ഷയാണിത്. പഠിച്ചോണങ്ങള് കണ്ടാ പഠിച്ചില്ലെങ്കിൽ കൊണ്ടാലും പഠിക്കണം. നിങ്ങള് കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടാ പഠിക്കണം. പഠിച്ചോളങ്ങള് ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ ദീനിനെതിരായി വർത്തമാനം പറയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ അത് അതീവ ഗൗരവതരമായിരിക്കുമെന്നറിയണം. രണ്ടെണ്ണത്തിനെയും കാണാനില്ല. മറ്റേ ചങ്ങായിയോ ഓരോ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അതിന് അനിസ്പ്രേന്റെ വരച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്.
കണ്ട പണ്ഡിതന്മാരൊക്കെ വിളിക്കാം, വൃദ്ധരായ ആളുകളെ വിളിക്കാം. ഞാൻ ഒരു കാര്യം തുറന്നു നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് എന്നോട് എന്ത് വിദ്വേഷം, എന്നെ ദേഷ്യം ഉണ്ടായാലും സ്നേഹം ഉണ്ടായിരുന്നു. ഫോൺ ക്ലിപ്പുകളോട് എനിക്ക് വലിയ ദേഷ്യം. ഞാൻ ശരിക്കും പറയട്ടെ, അത്തരം സമ്പ്രദായങ്ങളോട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ മറ്റൊരാളായി അഭിനയിച്ചിട്ട് വേറൊരാളെ വിളിച്ചിട്ട് അയാളിൽ നിന്ന് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ദൈവത്തിന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തോന്നാം, പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. അതൊരു ദൈവത്തിന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ശരിയായ റൂട്ടാണെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു വല്ലാത്ത സമീപനമാണ്. ഒരാളെ ചതിക്കുന്നതിന് തുല്യമാണെന്ന് തോന്നിപ്പോവുകയാണ്. തെറ്റുണ്ടെങ്കിൽ എന്റെ ശബ്ദം ചലിക്കുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ടെങ്കിൽ എന്നെ തിരുത്താമെന്ന് വിനയത്തോടെ ഞാൻ ഉണർത്തുകയാണ്. ഞാൻ പറയട്ടെ, കേരളത്തിലുടനീളം ഫിത്നയുണ്ടാക്കി ഈ ജിഷാൻ മാഹിർ പറഞ്ഞായി ഓരോ പണ്ഡിതന്മാരെയും വിളിച്ചിട്ട് ക്ലിപ്പുണ്ടാക്കി. എന്നിട്ട് സമയത്തും സ്ഥാനത്തും അസ്ഥാനത്തും ഇട്ടു. ഇപ്പുണ്ടായ നാരിയത്ത് സലാത്തിന്റെ ചർച്ച പോലും ഈ ചെങ്ങായി ഉണ്ടാക്കിയതാ. ലബ്ബാദാരിയെ കുറെ മുമ്പ് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിനെ കുത്തി 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 ചോദിച്ച അവസാനം തനിക്ക് പറ്റിയ വർത്തമാനം കിട്ടിയപ്പോ മാറ്റിവെച്ചു. പിന്നീട് 2010 കിടന്ന സാധനം ഈ സന്ദർഭത്തിലാണ് ചങ്ങായി പുറത്തുവിടുന്നത്. അതും അരികും തലയും ഒക്കെ മുറിച്ചിട്ടിട്ടു. എന്ത് പറ്റി? മുജാഹിദുകളെ മൂക്കി വലിക്കാൻ ശ്രമിച്ചോ? പോയിടവിടുന്നത് അല്ലാണ്ട് ആദർശമാണിത്, പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശമാണിത്. ഇതിനെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കൂല മക്കളെ എന്നൊരിക്കൽ കൂടി ഉണർത്തുക. ഞങ്ങൾ പുറങ്കാലോട്ട് ഒറ്റടി അടിച്ചതന്നെ, ഒരൊറ്റടി അതങ്ങ് തെറിച്ച് വന്നിടത്തേക്ക് അപ്പുറത്തേക്ക് പോയി. ഇപ്പൊ കേൾക്കാനില്ല, ഇപ്പൊ കേൾക്കാനില്ല. കേൾക്കാനില്ലെന്ന് മാത്രമല്ല, അതും കേൾക്കാനില്ല, ഓരോ കാണാനില്ല, ഓരോട്ടായി. കാരണം വാളെടുത്തവൻ വാളാൽ ഫോൺ ഉണ്ടാക്കിയ ആളുകളെ ചതിക്കാൻ ശ്രമിച്ചവൻ അതേ നാണയത്തിൽ വീണിരിക്കുന്നു, അതേ വിഷയത്തിൽ വീട് തകർന്നിരിക്കുന്നു. പടച്ചവൻ പഠിപ്പിക്കുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരിക്കലും നിങ്ങൾ അറിഞ്ഞണം കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികൾ പ്രവർത്തിക്കുന്നത് കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഒരല്പസമയം തന്നിരിക്കാൻ നിങ്ങൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒക്കെ കിട്ടിയിരിക്കണമെന്ന്. പക്ഷേ അതിന്റെ തകർച്ച ഭയാനകമായിരിക്കും. ആ തകർച്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തകർച്ചയാണ് കാന്തപുര വിഭാഗത്തിലെ ഓരോ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളും അറിയണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതിനിടക്ക് ചില കാര്യങ്ങൾ മുങ്ങിപ്പോയി. എന്താണെന്നറിയും, ക്ലച്ച് പിടിച്ചു വരായിരുന്നു നമ്മളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര്. അതിനിടക്ക് വേറൊരു സാധനം കൊണ്ട് നീ മുടി ഇങ്ങനെ നിൽക്കുന്നിങ്ങനെ അതിങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ അവസാനം എത്തിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പുതിയ വടി പൊട്ടിച്ചു. അതിന്റെ വടി ഈ പ്രാവശ്യം ഷേറുബാറക്ക് മുക്കിയ വെള്ളം. ഷേറുബാറക്ക് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ കിട്ടോട്ടാ, അതല്ല ഒരു പറഞ്ഞ വാക്ക് പറയുന്നത് മാത്രമാണ്. അതിട്ട് കൊടുക്കുന്ന വെള്ളത്തിൽ ഒരു പ്രത്യേക ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. അതെന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ പുറത്ത് വിതറിയിട്ടിരിക്കുന്ന ചന്ദനപ്പൊടിയുണ്ടല്ലോ, ആ ചന്ദനത്തിന്റെ പൊടിയും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന പൊടിയും അതിങ്ങനെ വലിച്ചു കുപ്പിയിലാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്നൊരൽപ്പം കൂടി കലർത്തിയിട്ട് മുടിയും പൊടിയും കൂടിയിട്ടുള്ളൊരു മിശ്രിതമാണ് ഈ പ്രാവശ്യം വരുന്നത്. ഞാനിങ്ങനെ കേട്ടപ്പോ അത്ഭുതപ്പെട്ട് പഠിച്ചോനെ അതെങ്ങനെ നടക്കാൻ. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന് പറഞ്ഞത് ആയിഷമ്മ ബീവിയുടെ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിലാ. റസൂലുള്ളാഹിയുടെയും സാഹിബൈനിയുടെയും ഇവിടെ LCD സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ രൂപം കാണിച്ചു തന്നെ. റസൂലുള്ളാഹിന്റെ ഖബർ എങ്ങനെ സാധാരണക്കാർ കാണുന്ന നല്ലതാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഉംറക്കോ ഹജ്ജിനോ പോകുന്നവരുണ്ടെങ്കിൽ, ഇനി അടുത്ത ഉംറക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഉംറക്ക് പോകുമ്പോ നിങ്ങൾ പോയി കാണണം മദീനത്തെ മ്യൂസിയം. ആ മ്യൂസിയത്തിലുണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ രൂപം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകം ഇങ്ങനെ ത്രിമാന ചിത്രത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂം 4 മൂലക്കെട്ട്, അതിന്റെ ഉള്ളിലാണ് 3 ഖബറുകളുള്ളത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ 4 മൂലക്കെട്ട്. ആ കെട്ടിന്റെ പ്രത്യേകത അതിന് വാതിലില്ല എന്നാണ്, ഉയരത്തിലുള്ള കെട്ടാൻ. അതിനുശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ രണ്ടാമതൊരു കെട്ട് കൂടി അതിന്റെ പുറത്തു വന്നു. അത് ചതുരക്കെട്ടല്ല, 5 മൂലക്കെട്ടാണ്.
നേരെ ചതുരത്തിൽ വന്നിട്ട് ഇങ്ങോട്ട് ത്രികോണത്തിന്റെ ആകൃതിയിൽ ഇങ്ങനെ വരിക. അതായത് അവിടെ നിസ്കരിക്കുന്നയാള് ഖബറിന്റെ അടുത്താകാതിരിക്കാൻ വേണ്ടി അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കെട്ടിയതാണ് അങ്ങനെ തിരുക്കെട്ട്. അതിന്റെ പ്രത്യേകത അതിനും വാതിലില്ല, അതിനും വാതിലില്ല. അതിന് പുറമെയാണ് ഹുജറാത്തുർ റസൂൽ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ വീടുകളെല്ലാം കൂടി ചേർത്തിട്ടുണ്ടിരിക്കട്ടെ. അതിന്റെ ഉള്ളിൽ കാണുന്ന പച്ച ഗ്രില്ലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്ന ആളുകൾ കാണുന്ന ആ ഗ്രിൽ. അവിടെയാണ്, അതിന്റെ ഉള്ളിലാണ് ഒരു വിരി ഇട്ടിട്ടുള്ളത്. ചില ആളുകൾക്ക് ഇവിടുന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പുറത്ത് സുബ്ഹാനല്ലാഹ് നമ്മുടെ നാട്ടിലെ പോലെ പച്ച വിരി തോന്നുന്നു. അത് ഖബറിന്റെ പുറത്തല്ല, ഖബറിന്റെ പുറത്തേക്ക് എത്താനും കഴിയില്ല. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു 1000 കൊല്ലമായി, 1000 കൊല്ലത്തോളമായി ഒരൊറ്റയാളും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോയിട്ടേ ഇല്ല, റസൂലുള്ളാഹിന്റെ ഖബർ കണ്ടിട്ടേ ഇല്ല. അത് പണ്ഡിതന്മാര് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പഠിക്കാതെ മതം വിളമ്പാൻ നിൽക്കരുത്. അപ്പൊ പറയാനുണ്ട് അതിന്റെ ഖബറിന്റെ പുറത്തുള്ള പൊടി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചു, നീ എന്താ ചെയ്യാ, ഇതെങ്ങനെ നടക്കാൻ? അപ്പൊ മൂപ്പർ പറഞ്ഞു ആ പൊടി എനിക്ക് കിട്ടി, അതാണ് തീർക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ അങ്ങനെ പോയപ്പോ അവിടെ കാണാം ഈ ഗ്രില്ലിട്ട ഭാഗത്തിന്റെ ഉൾഭാഗം, ഗ്രില്ലിട്ട ഭാഗം ഉണ്ടല്ലോ, അതിന്റെ ഉൾഭാഗം ഈ 5 മൂലക്കെട്ടിന്റെ കെട്ട് വരുന്നതിനിടയ്ക്കുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഇങ്ങനെ സന്ദർശിച്ചു പോകുന്ന ആള്, സലാം പറയുന്ന ആളുകൾ പോകും. മാത്രമല്ല നമ്മൾ ഗൾഫ് രാജ്യത്തിന്റെ പ്രത്യേകത ഇടക്കിടക്ക് പൊടിക്കാരടിച്ചു വീശലുണ്ട്. അങ്ങനെ വരുമ്പോ ബാബു സലാമിലൂടെയും ബക്കീൽ വർക്കതിന്റെ വാതിൽ ബക്കീലിന്റെ ഇടയിൽ കൂടെ കാറ്റകത്ത് കയറാനും ഉള്ളിൽ പൊടി വരാനും സാധ്യതയേറെയാണ്. അങ്ങനെ പൊടി വരാറുണ്ട്. മാത്രമല്ല ഇവിടുന്ന് പോകുന്ന ചില പറ്റേ ഖുറാഫികളുണ്ട്, പറ്റേ ഖുറാഫികളായ ആള് എന്ന് വെച്ചാൽ പറ്റേ അന്ധവിശ്വാസികളായ ആളുകൾ എന്ന് പറയാം. അവർ ചില പേപ്പറുകൾ കയ്യിൽ എഴുതി പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോകുന്ന വഴി കാര്യം കാണാതെ ആ ഗ്രില്ലിനുള്ളിലേക്ക് ഇടും. എന്തിനറിയോ, നബിയെ ഞാനപ്പോ വന്നിട്ട് കേട്ടോ, നിങ്ങൾ എന്നെ പരിഗണിക്കുന്ന നബിയെ, ഒരു കത്ത് റസൂലുള്ളാഹിക്ക് ഇട്ടുകൊടുക്കാൻ. അല്ല മനുഷ്യന്മാരെയൊക്കെ അറിയോ അള്ളാന്റെ റസൂലിനെ കുറിച്ച് റസൂല പഠിപ്പിച്ചത്? നിങ്ങൾ അവിടെ വെച്ച് എനിക്ക് സലാം പറഞ്ഞാലും ആ സലാം എനിക്ക് എത്തിച്ചേരാൻ മലക്കുണ്ടെന്നാ ഞാൻ കാതുകൊണ്ട് നേരിട്ട് നിങ്ങളെ സലാം കേൾക്കുന്ന റസൂല പറഞ്ഞിട്ടില്ല, നിങ്ങൾ വരുന്ന അറിയുന്ന റസൂല പറഞ്ഞിട്ടില്ല. പിന്നെന്താ, എനിക്കൊരു മലക്കിനുള്ള ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മലക്ക് വന്നിട്ട് എന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ സലാം എത്തിക്കുമ്പോൾ അല്ലാഹു എന്റെ റൂഹ് എനിക്ക് മടക്കിത്തരും. അങ്ങനെ ഞാനതിന് മറുപടി പറയുമെന്ന് ലോകത്തിന്റെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിരുവനന്തപുരത്ത് വെച്ച് ഈ ഉള്ളവനും വേറൊരു അശ്വനിയുമായി നടത്തിയ ഒരു സംവാദമുണ്ട്. ആ സംവാദത്തിൽ ഞങ്ങൾ ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പൊ അവർ പറഞ്ഞു എവിടുന്ന് വിളിച്ചാലെങ്കിൽ, ഞാൻ ചോദിച്ചു അങ്ങനെ എവിടെ വിളിച്ചാലും കേൾക്കുമെന്നാണെങ്കിൽ എന്തിനാണ് റസൂലുള്ളാഹ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? നിങ്ങൾ സലാം പറഞ്ഞാൽ ആ സലാം എനിക്ക് മലക്കെത്തിച്ചു തരുമെന്ന് എന്തിനാ അല്ലാണ്ട് റസൂൽ പറഞ്ഞത്? ഞാൻ കേൾക്കുന്നല്ലേ റസൂൽ പറയേണ്ടത്? ഇല്ല, മലക്കെത്തിച്ചു തരും. ആ മലക്കിന്റെ അടുത്ത് വരും, അപ്പൊ അള്ളാന്റെ റൂഹ് മടക്കിത്തരും. അങ്ങനെ ഞാൻ സലാം മടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്ന് പറഞ്ഞാലും സലാം പറഞ്ഞ അവസ്ഥ ഇങ്ങനെ തന്നെയാ. മനസ്സിലായോ? ഈ ആളുകൾ അറിയാതെ അതിനുള്ളിലേക്ക് ഇടും. അപ്പോ എല്ലാ ദിവസവും ചിലപ്പോ ദിവസത്തിൽ 2 പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ ആളുകളുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ ആധുനിക സജ്ജീകരണം വെച്ചിട്ടാണല്ലോ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോവാം. പോയിട്ട് ആ പൊടിയെല്ലാം പുറത്തുകൊണ്ട് തട്ടും. അങ്ങനെ പുറത്ത് തട്ടുന്ന കച്ചറയുടെ സ്ഥലം അവിടെ കൊണ്ട്. അങ്ങനെ ഒരു ദിവസം ബംഗാളികളുണ്ട്, പലരും ഉണ്ട് ഇങ്ങനെ തട്ടാൻ. അങ്ങനെ ഒരു ദിവസം ഒരു ബംഗാളി ഇങ്ങനെ കൊണ്ട് തട്ടാൻ നേരത്തെ ഒരാളിങ്ങനെ ഇങ്ങോട്ടിട്ടോ, അങ്ങനെ ഈ പുതപ്പ് ഇങ്ങനെ കാണിച്ച് ബംഗാളി ഇങ്ങനെ അത്ഭുതപ്പെട്ടല്ല, ഇത് കച്ചറയാണ്, ഇതെന്താണെന്നറിയോ? പൊടിയാണ്. അതെ, ഞങ്ങളുടെ നാട്ടിൽ ഇത് വമ്പിച്ച മാറ്റം ഉണ്ടാക്കുന്ന സാധ്യത. ഇത് സാധാരണ പൊടിയല്ല, കൈശയിലേക്ക് പൈസ പോണ പൊടിയാണ്. നിനക്കറിയില്ല എത്തോന്ന്. ആ പൊടി അങ്ങനെ ചുരുട്ടിക്കൂട്ടി ബാഗിലാക്കി ഇവിടെ കൊണ്ടുവന്ന സാധനമാണത്. അറിയുന്നത് ഇങ്ങനെ റസൂലുള്ളാഹിനെ പറ്റിച്ച്, നാട്ടുകാരെ പറ്റിച്ച് ഒരു പ്രത്യേക പൊടി സംസ്കാരം കൂടി ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. കാന്തപുരം പക്ഷെ ക്ലിക്ക് പിടിച്ചില്ല, ക്ലിക്കായില്ല.
അതിന്റെ പേര് ഒരു പ്രത്യേക പിരിവുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം മൂപ്പര് കണ്ട്. എല്ലാം മൂപ്പര് കാണുള്ളൂ, അത് രസം. എല്ലാം മൂപ്പർക്ക് കിട്ടും എവിടുന്നാണ്. അങ്ങനെ മൂപ്പര് പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ റൗളയിൽ പോയപ്പോ അവിടെ അതാ ഒരു ഹില്ലയുടെ കഷണം ഇരിക്കുന്നു, ഒരു പുതപ്പിന്റെ കഷണം. അത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പുറത്ത് വിരിച്ചിരുന്ന ഒരു പുതപ്പിന്റെ ഒരു കഷണം ഞാൻ അവിടെ സൂക്ഷിച്ചത് കണ്ടു. സൂക്ഷിച്ച ആളെ ഞാൻ കണ്ടു. ആ പുതപ്പിന് 2 ഹദീസുകളുണ്ട്. 2ഉം ഹദീസുകളല്ല. ഒന്ന് ദുർബലമാണെങ്കിൽ മറ്റൊന്ന് മൗലൂആണ്. അന്തവരം പറയാ, അതിൽ 2 ഹദീസ് എഴുതി വെച്ചിരുന്നു. ഒന്നെന്തായിരുന്നു? മൻ സാറ ഖബരി, ആരെങ്കിലും എന്റെ ഖബർ സന്ദർശിച്ചാൽ, എന്റെ ഖബറിടത്തിൽ ഒന്നെന്നെ സന്ദർശിച്ചാൽ അയാൾക്ക് എന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് റസൂൽ പറഞ്ഞു. ഹദീസ്. പിന്നെയോ ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാൻ, നബിയെ നിങ്ങളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചങ്ങളിൽ നാം സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറയപ്പെടുന്നൊരു വാക്കും ഒന്ന് മൗദൂആണ്, മറ്റൊന്ന് ദഈഫാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാൻ മുമ്പ് നമ്മളെ ഇർഫാദിലാണ് തോന്നി ഇവർ എഴുതിയിട്ട് ബ്രാക്കറ്റിലിട്ട് ബിയഖൂന്. നാദാപുരത്ത് ഹുസൈൻ തലബി വെച്ച് ഈ ബിയഖൂന്ന് പറയാൻ വിവരം കേട്ട ഖുറാഫീനാണോ അർത്ഥം? ശരിക്കും ഒരു വിശുദ്ധ ഖുർആനാണ് എഴുതിക്കുന്നത്. നമ്മൾ ചോദിച്ചു അങ്ങനെ ഒരു ആയത്ത് ഖുർആനുണ്ടെ കാണിക്കൂ. അപ്പൊ ഒരു മുസ്ലിം പ്രസംഗിച്ച്, അതെ ബീഖു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുദ്സിയായ ഹദീസ് എന്നാ പിന്നെ അന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവസാനം നോക്കുമ്പോ എന്താ സാധനം? ഇത് മൗലൂആണ്. ആരോ പിൽക്കാലത്ത് ഉണ്ടാക്കി വെച്ച സംഗതിയാണ്, നിർമ്മിത ഹദീസ് എന്ന് വിളിക്കപ്പെടുന്ന സംഗതിയാണ്. അത് ഈ പുതപ്പിൽ എഴുതിയത് എത്ര കൊല്ലം മുമ്പാണെന്നറിയോ? സൗദി ഭരണകൂടം വന്നിട്ട് 100 കൊല്ലമാകുന്നേ ഉള്ളൂ. എന്നാൽ അതിനും 750 കൊല്ലം മുമ്പ് 350 കൊല്ലം, ഏകദേശം 360 കൊല്ലത്തോളമായി ആ കിസ്വ അവിടെയുണ്ട്. ഇന്ന് ഈ 2 ഹദീസുകളും എഴുതുന്നില്ല എന്ന് കാന്തപുരം പറയുന്നുണ്ട്. ഹദീസാണെങ്കിലല്ലേ ഉള്ള സാധനത്തിൽ എഴുതാൻ പറ്റൂ, ഇല്ലാത്ത സാധനം ഇല്ലാത്ത ഹദീസും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 360ഓളം വർഷം പഴക്കമുള്ള ഒരു കിസ്വ ഒരാളുടെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചു നോക്കിയല്ല, തരൂ. കാരണം എന്താ അറിയോ, മൂപ്പരാണല്ലോ ഇതൊക്കെ ആള്. അപ്പൊ അയാൾ പറഞ്ഞു നോക്കാം. എന്നിട്ട് മൂപ്പർ കൂടെ പറഞ്ഞു $5 മില്യൺ ഡോളർ വില പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ തന്നാൽ ഞാൻ നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതൊരാൾ കൂട്ടെന്ന് പറഞ്ഞ മാതിരി. ഞാനത് പറയണില്ല. മനസ്സിലായിങ്ങൾക്ക്? കാന്തപുരത്തെക്കാളും വലിയ കച്ചവടക്കാരൻ മദീനയിലുണ്ടത്രേ. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ മൂപ്പരോട് പറഞ്ഞ് 5 മില്യൺ ഡോളർ വില പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ കുട്ടികൾക്ക് മൊത്തത്തിൽ ഏകദേശം 40 കോടി അടുത്ത് വരുന്നുണ്ട്. അപ്പോഴും നമ്മളെ മുടിയുടെ പള്ളിയുടെ അത്രയും വരില്ല. എന്തായാലും പുതിയ ഒരു കച്ചവടത്തിൽ കൂടി തറപ്പണി നെയ്യുന്ന സമയമായിരുന്നു കാന്തപുരം. പക്ഷെ അതിനിടക്ക് ആ ചെങ്ങായി പറ്റിച്ചാൽ ആര് നമ്മളെത്തിച്ചാ മതി. അപ്പഴ ഇതൊക്കെ പുറത്തിട്ട് അതോടെ മൊത്തം തൂഫാനായി. അറിയില്ലേ, മൊത്തം തൂഫാനായി പോയി. അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടും. അയാൾ അതൊക്കെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ വരൊക്കെ ഇന്റർനെറ്റുകളിൽ നമ്മൾ കണ്ടിരുന്നു. ഓരോരുത്തരും കണ്ടില്ല നിങ്ങളെ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ തട്ടിപ്പുകൾ മാത്രം ഏതൊക്കെ ഉണ്ടോ, അല്ലാഹുവിന്റെ ദീനിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വിറ്റ് കാശാക്കണമെന്ന ആഗ്രഹം ഇതൊരു പണ്ഡിതനെ യോജിച്ചതല്ല. ഇത് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ച ആദർശമല്ല. ഇത് നിങ്ങൾ കേൾക്കണോ?
വേറൊരു സഖാഫി കേരളത്തിലുടനീളം പ്രസംഗിച്ചു നടന്നു. അതാ നിങ്ങളുടെ പിന്നാലെ മടവൂരികൾ വരുന്നുണ്ട്, അവരുടെ പിന്നാലെ ഞങ്ങളും ബ്ലീച്ചിങ് പൗഡറുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ തുടച്ചു നീക്കുമല്ലേ. നമ്മളോടാണ് ഈ സഖാഫിമാര് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് സഖാഫിമാർക്ക് തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ല. തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ പറയട്ടെ മക്കളെ, ഈ അല്ലാഹുവിന്റെ ആദർശത്തെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ദീനിനെതിരെ വരുന്ന മുഴുവൻ കീടങ്ങളെയും മുഴുവൻ വൈറസുകളെയും തൗഹീദാകുന്ന ആന്റി വൈറസുകളുടെ നേരിട്ടുകൾ നശിപ്പിക്കും എന്ന കാര്യം നിങ്ങൾ പഠിച്ചോളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ മുടിയും പൊടിയും കിസുവയുമൊക്കെയായി തട്ടിപ്പുകളിലൂടെ മാത്രം സമൂഹത്തിൽ രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ഇവരറിയേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു വരുന്ന ആദർശമുണ്ട്. സഹാബത്തിന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുണ്ടായിരുന്നു, അവിടുത്തെ പുറപ്പുണ്ടായിരുന്നു, അവിടുത്തെ പാത്രമുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിന്റെ ശേഷിപ്പുകൾ പലതും സഹാബത്തിന്റെ കയ്യിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരാരും തന്നെ അത് സൂക്ഷിക്കാനൊരു പ്രത്യേക ഭവനമോ അതിനുവേണ്ടി പ്രത്യേകമായ റൂമുകളോ അതിനുവേണ്ടി പ്രത്യേക ആർഭാടങ്ങളോ ചെയ്തതായി നമ്മൾ കാണുന്നില്ല. അന്തപുരത്തിന്റെ ലേറ്റസ്റ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ കഴിഞ്ഞ സമയത്ത് ചെച്ചിനിയയിൽ പോയപ്പോ ചെച്ചിനിയയിൽ ഞാനൊരു പാത്രം കണ്ടു. ഏതാണ് ആ പാത്രമെന്നറിയുമോ? ഏതാണ് ആ പാത്രമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകൾക്കുള്ളിലൂടെ ഒരു ജലപ്രവാഹമുണ്ടായത് നമ്മൾ അറിയുമല്ലോ. സഹാബത്ത് കണ്ട മുഅ്ജിസത്താണത്. അത് നീട്ടിവെച്ച തോൽപാത്രമേതോ അതാ ആയിരക്കണക്കിന് സ്വഹാബികൾ കുടിക്കാനും എടുക്കാനും ആ വെള്ളം ഉപയോഗിച്ചു എന്ന് സഹീഹായ ഹദീസുകളിൽ നമ്മൾ കാണുകയാണ്. ആ പാത്രമാണത്രേ ചെച്ചിനിയയിലുണ്ട്.